വ്യത്യസ്തമായൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയും തുർക്കിയും ബദ്ധവൈരികളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തുർക്കിക്കിട്ട് കിട്ടുമ്പോഴെല്ലാം പണി കൊടുക്കാൻ കാത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഇന്ത്യയെ എതിർക്കാനുള്ള ശേഷി തുർക്കിക്കുമില്ല. തുർക്കി നാറ്റോയിലൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയെ എതിർക്കാൻ തുർക്കി അങ്ങനെ ധൈര്യം കാണിക്കാറില്ല. കശ്മീർ അടക്കമുള്ള വിഷയത്തിൽ തുർക്കി ഇന്ത്യക്ക് എതിരാണ് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ ഈ S-400 അത് റഷ്യ തുർക്കിക്ക് കൊടുത്തതാണ്. ഇന്ത്യയുടെ കയ്യിലുമുണ്ട് S-400 വ്യോമ പ്രതിരോധ സംവിധാനമാണ്. എന്നാൽ ഈ തുർക്കി അമേരിക്കയുമായി അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ടും നാറ്റോ രാജ്യമായതുകൊണ്ടും തന്നെ റഷ്യയിൽ നിന്ന് S-400 തുർക്കി മേടിച്ചത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ S-400 എന്ത് ചെയ്യണമെന്നും തുർക്കിക്ക് അറിയില്ല. F-35ഉം F-16 വിമാനങ്ങളും തുർക്കിക്ക് നൽകണമെങ്കിൽ ഈ S-400 കൊണ്ട് കളയണം എന്നാണ് അമേരിക്ക തുർക്കിയോട് പറഞ്ഞത്. അതേസമയം ഈ S-400 എന്ത് ചെയ്യണം, എവിടെ കൊണ്ട് കളയും എന്ന് യാതൊരുവിധ ധാരണയുമില്ലാത്ത തുർക്കി ഇപ്പോൾ ഇത് ഇന്ത്യക്ക് നൽകാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. S-400 കശ്മീർ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തുർക്കി ഇപ്പോൾ വഞ്ചനയ്ക്ക് ശ്രമിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. റഷ്യയിൽ നിന്ന് ലഭിച്ച S-400 മിസൈൽ സംവിധാനം തുർക്കി ഇനി ഇന്ത്യക്ക് നൽകും. വാസ്തവത്തിൽ 2019 തുർക്കിക്ക് നൽകിയ S-400 സർഫസ് ടു എയർ മിസൈൽ സംവിധാനം തിരികെ വാങ്ങാൻ റഷ്യ പറഞ്ഞിരുന്നു എന്നുള്ള തിരികെ തരാൻ റഷ്യ പറഞ്ഞിരുന്നു എന്നൊരു തുർക്കി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് ഇത് വിൽക്കാൻ റഷ്യ വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ട്. എന്തായാലും അമേരിക്കയെ പ്രീതിപ്പെടുത്താനാണ് തുർക്കി പാകിസ്ഥാനോട് ഇങ്ങനെ കാണിക്കുന്നത് എന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും കഴിവുള്ള ഒരു ദീർഘദൂര സംവിധാനത്തെ ചൊല്ലി US-ഉമായിട്ടുള്ള തർക്കം അവസാനിപ്പിക്കാൻ തുർക്കി ആഗ്രഹിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. ഈ സംവിധാനത്തിന് പകരമായി തുർക്കി സ്വന്തം പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ റഷ്യൻ പ്രതിരോധ സംവിധാനം തന്നിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് US-നെ അസ്വസ്ഥമാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്കാറ ഇപ്പോഴും S-400 പ്രതിരോധ സംവിധാനം സജീവമായി ഉപയോഗിക്കുന്നില്ലെന്നും മാധ്യമങ്ങൾ പറഞ്ഞു. ഇതോടൊപ്പം ഇത് ഒരിക്കലും നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതായത് നാറ്റോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തുർക്കിയുടെ മിക്ക മിസൈലുകളും അവയുടെ ആയുസിൻ്റെ പകുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനാൽ അവയുടെ പരിപാലന ചെലവ് വലിയ ഭാരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറുവശത്ത് ഈ കരാറിൻ്റെ ഫലമായി ഇന്ത്യക്ക് സ്വന്തമായി S-400 പ്രതിരോധ സംവിധാനം ലഭിച്ചേക്കാമെന്നും റഷ്യ ആദ്യം അത് നവീകരിക്കുമെന്നും ചില ഇന്ത്യൻ മാധ്യമങ്ങൾ സൂചിപ്പിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ S-400 മേൽ അമേരിക്ക ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതും S-400 തുർക്കിയുടെ കയ്യിൽ വയ്ക്കുന്നതിന് ഒരു വലിയ ബാധ്യതയെ. എന്നാൽ പാകിസ്ഥാൻ നിലവിൽ ഈ അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമത്താവളം അമേരിക്ക കൊണ്ടുവരുന്നതിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് തുർക്കിയോട് ഇത് ഇന്ത്യക്ക് കൊടുത്തേക്കാനായി ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.